വലതുവശം ചേർന്നാണ് കിടക്കുന്നത്. വണ്ടി നിർത്തി ബ്ലോക്ക് ആക്കാതെ വീണ്ടും നമ്മൾ മുന്നോട്ട് യാത്ര തുടങ്ങി. പുറത്തെല്ലാം നല്ല തീ വെയിലാണ് അടിക്കുന്നത്. നല്ല ദാഹം തോന്നിയപ്പോൾ ജ്യൂസ് കുടിക്കാനായിട്ട് വണ്ടി ഒരു കടയുടെ മുന്നിൽ നിർത്തി. പൈനാപ്പിൾ ജ്യൂസാണ് ഈ കടയിലെ സ്പെഷ്യൽ ഐറ്റം. നല്ല ഫ്രഷ് തണുത്ത പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചപ്പോൾ നല്ലൊരു ആശ്വാസമായി. ഒരു ഗ്ലാസ്സിന് 50 രൂപയാണ് വിലയായത്. സമയം 2:30 ആയപ്പോൾ നമ്മൾ ഏകദേശം പെരുമ്പാവൂർ എത്താറായി. അപ്പോൾ നമ്മുടെ രാജേട്ടൻ്റെ 2255-001 എന്ന നമ്പറിലുള്ള 2 കാറുകൾ നമ്മുടെ മുന്നിൽ കൂടി ഓവർടേക്ക് ചെയ്ത് പോകണം. രാജേട്ടനെ എന്തായാലും കാണാൻ പറ്റിയിട്ടില്ല, കാറെങ്കിലും കാണാൻ പറ്റിയല്ലോ. സമയം 4:40 ആയപ്പോഴത്തേക്കും തൃശ്ശൂർ ബൈപ്പാസ് വഴി പാലക്കാട് പോണ വഴിക്ക് കണ്ടതാണ്. റോഡ് സൈഡിലുള്ള വയലിൽ നല്ലപോലെ തീ പിടിച്ചിട്ടുണ്ട്. പച്ചപ്പുല്ലും വെള്ളവുമാണ് വയലിലുള്ളത്. പക്ഷേ എങ്ങനെ തീ പിടിച്ചെന്ന് അറിയാൻ വയ്യ. ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ടെങ്കിലും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ പ്രദേശം മൊത്തം പുക കൊണ്ട് നിറഞ്ഞിരുന്നു. ഒന്ന് ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ വായും മൂക്കും പൊത്തിക്കെട്ടിയാണ് മറുവശത്തോട്ട് എത്തിച്ചേർന്നത്. സമയം ഇരുട്ടി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ പാലക്കാട് കയറി. ദീർഘദൂര യാത്രയുടെ ബോറടി മാറ്റാൻ നമ്മൾ തന്നെ പാട്ടും പാടി ഡാൻസും കളിച്ച് തമാശകളെല്ലാം പറഞ്ഞാണ് യാത്ര മുന്നോട്ട് കൊണ്ടുപോയത്.